നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുന്നു? നിങ്ങളൊരു സ്ത്രീയല്ലേ? എന്റെ അഹമ്മദൊക്കെ എങ്ങനെ ഇത് അറിഞ്ഞാലുണ്ടല്ലോ, ഞങ്ങളുടെ ആൾക്കാരെയും കൊണ്ടുവന്ന് ഈ പോലീസ് സ്റ്റേഷൻ കത്തിക്കും, അറിയാമോ? ഞാൻ അത് എൻ്റെ അറിയാതെ നീയാന്ന് കരുതി ഞാൻ ആമി. അയ്യോ, എവിടെയാ സ്ത്രീ? ആ മുറിയിലുണ്ട്. അത് സാർ എന്നോട് ക്ഷമിക്കണം. കഥയറിയാതെ ഞാൻ കഥയറിയാതെ പെരുമാറിയത് ഞാനല്ലേ. ഐ എം റിയലി സോറി. ഇറ്റ്സ് ഓക്കെ. എന്റെ കംപ്ലൈന്റിന് എത്രയും പെട്ടെന്നൊരു നടപടി എടുത്ത ഉപകാരമായിരുന്നു. ഷുവർ. എന്നാ പിന്നെ ഞാൻ അപ്പൊ ശരി, കാണാം. ഇനിയിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ. ഉമാദത്തനെ ഞങ്ങൾക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഇങ്ങനെ തീർന്നത്. ദയവ് ചെയ്ത് ഇത്തരം കളിയും തമാശയൊക്കെ ഇനി ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ആകരുത്. ഞാൻ പറഞ്ഞത് മോളോടാ, മനസ്സിലായോ? എന്നാ പിന്നെ താണ്ടൊരു കാര്യം ചെയ്യും, ആത്മജയെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് വാ. സാരല്ല സാർ, ഇവളൊരു ഓട്ടോ എടുത്ത് പൊയ്ക്കോളും. സാരമുണ്ട് സാർ, ഞാൻ പറയുന്ന ഇയാളെങ്കിൽ കേട്ടാ മതി. പിന്നെ പോകുന്ന വഴിക്ക് ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. ശരി സാർ. പഴയണി, നീ ഇനി 24 മണിക്കൂറും കുത്തിപ്പിടിച്ചിരുന്നാലേ നിനക്ക് വല്ല അസുഖവും വരും ചേർക്കാം. ഇങ്ങോട്ട് വന്നേ, വാ, 2 റൗണ്ട് ഓടിയിട്ട് വരാം. നീ അങ്ങ് പോയാ മതി, എനിക്ക് ഉച്ചയ്ക്ക് എക്സാം ഉണ്ട്. നിന്റെ പൊന്നോ, ജീവിതം തോറ്റുപോയിട്ട് ഏത് എക്സാം ജയിച്ചിട്ട് എന്ത് കാര്യമാടാ ഉള്ളത്? ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം. വേഗം ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ. എനിക്കൊരു കൂട്ടുമാവും, നിനക്ക് നല്ല ഹെൽത്തും ആവും. എനിക്ക് പഠിക്കാനുണ്ട്. വാ വാ വാ, ആദി എഴുന്നേക്ക്, എഴുന്നേക്ക് ആദി, വന്നേ. എടി എനിക്ക് പഠിക്കണോന്ന്. എടി പറയുന്നേക്ക്. എഴുന്നേക്കടാ. ഞാനാണെ ഒന്ന് നോക്കിയിട്ടില്ല, നീ മിണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞു മനസ്സിലാക്കില്ല. ആദി മതി, ഇങ്ങോട്ട് വന്നേ. എടി ഇന്നും ഇങ്ങോട്ട് വരാൻ. ലച്ചു വിട്ടെ. ലച്ചു, എനിക്ക് കുറെ പഠിക്കാനുണ്ട്, നീ വിചാരിക്കണക്കല്ല. ആദി വാ. ലച്ചു, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, എനിക്ക് എക്സാം ഉണ്ടെന്ന്. എന്താ ഇവിടെ നടക്കുന്നേ? ഒന്നുമില്ല ചേച്ചി. ഉണ്ട്, ഞാൻ പറയാം. എന്റെ കൂടെ ഞാൻ ഇവനെ ഓടാൻ വിളിച്ചു, പക്ഷെ ഇവന് ഭയങ്കര മടി. അതിനെന്തിനാ മടിക്കുന്നത്? എക്സസൈസ് ചെയ്യുന്നത് നല്ല കാര്യല്ലേ? എന്നും ഇവനെ വിളിക്കുന്നതാ, പക്ഷെ ഇവൻ പോണ്ടേ. നീ പറഞ്ഞത് സത്യം മോളെ, ഇവൻ ലോകമടിയന. എടാ, നീ കളിക്കാൻ എഴുന്നേറ്റ് വന്നേ. നിന്നെ ഒന്ന് അടുത്ത് കിട്ടിയിട്ട് എത്ര കാലമായടാ. എടി എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ടെന്ന്, ഒരു ലോഡുണ്ട് പഠിക്കാൻ. എഴുന്നേക്ക്. ഇതെന്ത് കഷ്ടാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള പഠിപ്പ് മതി. എന്ത് നീ വാ. എന്റെ ലച്ചു, നീ വന്നേ. എന്ത് ചെല്ലടാ അങ്ങോട്ട്. പറയല്ലേ കേട്ടോ അങ്ങോട്ട്. എന്താ ഇവിടെ? മുത്തശ്ശി ഇത് കണ്ടില്ലേ? ലച്ചുവിനെ ജോഗിങ്ങിന് വിളിച്ചതാ, പക്ഷെ ഇവന് ശരീരം അനങ്ങാൻ വയ്യെന്ന്. എന്താ ആദ്യ കൂട്ടായത്? കാലത്ത് ശുദ്ധവായു ഒക്കെ ശ്വസിച്ച് ഒന്ന് ഓടാൻ പോകുന്നത് നല്ല കാര്യല്ലേ?
നല്ല കാര്യമൊക്കെ തന്നെയാ, പക്ഷെ എനിക്ക് ടൈമില്ല. വിചാരിച്ചാൽ നമുക്ക് ഏത് കാര്യത്തിനും ടൈം കിട്ടും. ദത്തിന്റെ സമയം ഉണ്ടായിട്ടാണോ ദിവസം ഓടാൻ പോകുന്നത്? അപ്പൊ സ്വന്തം ശരീരത്തിനോട് ആ മനുഷ്യന് സ്നേഹമുണ്ട്, അല്ലാതെ നിന്നെ പോലെ കുത്തിപ്പിടിച്ചിരുന്ന് പിത്തം പിടിപ്പിക്കുമല്ല. ആദി, നീ വരുന്നുണ്ടോ അതോ ഞാൻ നിന്നെ പൊക്കിയെടുത്തോണ്ട് പോണോ? ഏതായാലും എല്ലാവരും ഇത്രയും നിർബന്ധിക്കല്ലേ മോനെ. നീ ഒരു കാര്യം ചെയ്, പൂജയും കൂട്ടിക്കോ. നിങ്ങൾ 3 പേരും കൂടെ പോയി നടന്നിട്ട് വാ. ആ ഫസ്റ്റ് ഈ പരുവത്തിൽ ഇവൾക്ക് നടക്കാനോ ഓടാനോ വല്ലതും പറ്റുമോ? ഇവളുടെ ഗർഭം കളിക്കാനാണോ മുത്തശ്ശിയുടെ ഉദ്ദേശം? നിങ്ങൾ പോയിട്ട് വാ പിള്ളേരെ, മുത്തശ്ശി അങ്ങനെ പലതും പറയും. നീ പോയി റെഡി ഞാനൊന്നും പഠിച്ചിട്ടില്ല ലച്ചു. അവര് പോയിട്ട് വരട്ടെ മോളെ, ശരീരമൊക്കെ ഒന്ന് ഇളകട്ടെ. അല്ലെങ്കിൽ തന്നെ ഈയിടെയായിട്ട് അവന് തടി കുറച്ച് കൂടുതലാ. വാ. ഇവനെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. വാ വാ. സത്യം പറയാലോ, നല്ല ജോഡികള്, ഇണക്കുരുവികളെ പോലെയുണ്ട്. ഞാൻ ഇറങ്ങണേ. ഇത് മറക്കല്ലേ. നീ മറക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ആ, എന്ത് മറന്നാലും ഞാൻ ഇത് മാത്രം മറക്കില്ല. എന്നോട് നിനക്ക് അത്രയ്ക്ക് സ്നേഹമല്ലേ? പിന്നെ എന്റെ ഭർത്താവിന്റെ ആരോഗ്യം നോക്കേണ്ടതേ എന്റെ ആവശ്യമല്ലേ? അതെ അതെ, എന്റെ ആരോഗ്യം മാത്രമല്ല, എന്റെ സർവ്വ കാര്യങ്ങളിൽ നിനക്ക് ഭയങ്കര ശ്രദ്ധയാ. ദത്തന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. അതറിയായിരുന്നെങ്കില് നീ വൃത്തികേടൊന്നും കാണിച്ചു കൂട്ടത്തിലായിരുന്നു ആമി. അപ്പോ എന്നോടുള്ള പിണക്ക് ഇതുവരെ മാറിയില്ലല്ലേ? എങ്ങനെ മാറും? അത്രയ്ക്ക് നല്ല സൽപ്പേരല്ലേ നീ ഉണ്ടാക്കി തന്നെ. അയ്യോ, ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല ദത്തേട്ടാ. ഇതൊക്കെ നിന്റെ സ്ഥിരം ഡയലോഗ് അല്ലേ? അടിസ്ഥാനപരമായി മാറാൻ ലോകത്തിലെ ഇതുവരെ ഒരു സംശയരോഗ്യം കഴിഞ്ഞിട്ടില്ല. ദത്തേട്ടാ, എടീ, ഞാൻ പറഞ്ഞ സത്യമാ. നീ ഇപ്പൊ ഈ കാണിക്കുന്നത് താൽക്കാലികമായ ഒരു വെടിനിർത്തൽ മാത്രമാ. വേണ്ടി വന്നാലേ നീ ഇപ്പൊ ഈ കാണിക്കുന്ന സ്നേഹവും വിശ്വാസമൊക്കെ ഒറ്റ സെക്കൻഡ് കൊണ്ട് സംശയമായിട്ട് മാറും.